So dear students, question number 5. Question number 5 നോക്കുക. Regarding the molecular orbital energy levels for homonuclear diatomic molecules, the incorrect statement is or are. So നമ്മൾ ഇനി മൾട്ടിപ്പിൾ ചോയ്സ് കറക്റ്റ് ആൻസേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇതുവരെ കഴിഞ്ഞ 4 ക്വസ്റ്റ്യനും സിംഗിൾ കറക്റ്റ് ആണ്. ഇതിപ്പോൾ മൾട്ടിപ്പിൾ കറക്റ്റ് ആണ്. മൾട്ടിപ്പിൾ കറക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. ഒരു ഓപ്ഷൻ കറക്റ്റ് ആവുന്നത് ഈ സെഗ്മെന്റിൽ വരാറുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എവിടുന്നാ വന്നത്? കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്ന് പറയുമ്പോൾ ഏത് ചാപ്റ്ററാണ്? കെമിക്കൽ ബോണ്ടിങ്ങിൽ. ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ കെമിക്കൽ ബോണ്ടിങ്ങിൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്ന് വന്ന് വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന 2 ആറ്റം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരേ ഐഡന്റിക്കൽ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുള്ള മോളിക്യൂളുകൾ. ഇപ്പോൾ F2, H2, Ne2, B2, I2 അങ്ങനെ 2 ഒരേ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഹോമോന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾ എന്ന് പറയാം. സോ അങ്ങനെയുള്ള മോളിക്യൂളുകളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങൾ നോക്കൂ, ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ ബോണ്ട് ഓർഡർ ഓഫ് നിയോൺ 0 ആണ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ നോബിൾ ഗ്യാസസിന്റെയും ബോണ്ട് ഓർഡർ 0 ആണ് എന്ന്, അല്ലേ? അതിന് കാരണം എന്താ? അതിന്റെ കാരണം നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറി എഴുതി കഴിഞ്ഞാൽ, മോളിക്കുലർ ഓർബിറ്റൽസ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ ആന്റി ബോണ്ടിങ്ങിലെ ഇലക്ട്രോൺസിന്റെ എണ്ണവും ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോൺസിന്റെ എണ്ണവും ഈക്വൽ ആണ് എല്ലാ നോബിൾ ഗ്യാസിനും. അപ്പൊ അവര് ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, അവരെപ്പോഴും മോണോ അറ്റോമിക് മോളിക്യൂൾസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. അതായത് അതിന്റെ അർത്ഥം ഇഫ് ബോണ്ട് ഓർഡർ ഇസ് 0 then that means that molecule doesn't exist. അങ്ങനെ ഒരു മോളിക്യൂളെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് വളരെ ശരിയാണ്. നോബിൾ ഗ്യാസസിന്റെ പ്രത്യേകത എന്താ? അവര് മോണോ അറ്റോമിക് മോളിക്യൂൾ ആയിട്ടാണ്, അവര് എന്തല്ല ഡൈ അറ്റോമിക് മോളിക്യൂൾ ആയിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുക, അവരെന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യുക? മോണോ അറ്റോമിക് മോളിക്യൂൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതിലൊന്നും നമുക്ക് തർക്കമില്ല. നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കുക, ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ HOMO. ഇപ്പൊ നമ്മൾ ഹോമോല്യൂമോ പഠിക്കുന്നുണ്ട് അല്ലെ? ലോവസ്റ്റ് അൺഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ ആണ് ല്യൂമോ ആൻഡ് ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലാണ് ഹോമോ എന്ന് പറയാം. ഓഫ് F2 is സിഗ്മ ടൈപ്പ്. നമ്മൾ നോക്കാം. അപ്പൊ F2ന്റെ നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കി. അവിടെ വന്നിരിക്കുന്ന അവസാനത്തെ ഇലക്ട്രോണുകൾ ഓക്യുപ്പൈ ചെയ്ത ഓർബിറ്റൽസ് സിഗ്മ ഓർബിറ്റൽസ് ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ബോണ്ട് എന്തായിരിക്കും? സിഗ്മ ബോണ്ട് ആയിരിക്കും. സോ നമുക്കറിയാം സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2. കാരണം F2 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. F2ൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 18 ഇലക്ട്രോൺ ഉണ്ട് എന്നറിയാം. ആ 18 ഇലക്ട്രോണിനെ നമ്മൾ മോളിക്കുലർ ഓർബിറ്റലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി അടുത്തത് π2px, π2py. ഇവരുടേത് നോക്കാം. 2, 4, 2, 4, 6, 8, 10, 12, 14. പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py. അപ്പൊ നോക്കുക, 16, 18, 2, 4, 6, 8, 10, 12, 14, 16, 18. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിട്ടുള്ള ഓർബിറ്റൽ ഏതാ? എൻ്റർ ചെയ്തിട്ടുള്ള ഓർബിറ്റൽ നമ്മൾ നോക്കുമ്പോൾ പൈ സ്റ്റാർ ആണ്. അപ്പൊ നോക്കണം മക്കള്, ദ ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ ഓഫ് F2 സിഗ്മ ടൈപ്പ്. അത് സിഗ്മ ടൈപ്പ് ആണോ? അല്ല. അത് എന്ത് ടൈപ്പ് ആണ്? പൈ ടൈപ്പ് ആണ്. ഓക്കെ, ഇറ്റ് ഇസ് പൈ ടൈപ്പ്. സോ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ ഒരു ഓപ്ഷൻ ബി ആണ്. ഇനി നോക്കൂ മക്കള്, ബോണ്ട് എനർജി ഓഫ് O2 പ്ലസ് സ്മോളർ ദാൻ ബോണ്ട് എനർജി ഓഫ് O2. ഇപ്പൊ ബോണ്ട് എനർജി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ബോണ്ട് ഓർഡർ നോക്കിയാൽ മതി. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോണ്ട് എനർജിയും ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ O2 പ്ലസിന്റെ ബോണ്ട് ഓർഡർ എത്ര വരാം? അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 15 ഇലക്ട്രോൺ. 15 ഇലക്ട്രോൺ ആണെങ്കിൽ ബോണ്ട് ഓർഡർ എത്ര വരണം? 2.5 വരണം. O2ൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 16 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അതിന്റെ ബോണ്ട് ഓർഡർ എത്ര വരണം? 16 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 2 വരണം. അപ്പൊ ബോണ്ട് ഓർഡർ കൂടുതലുള്ളത് O2 പ്ലസിനാണ്. എന്ന് വെച്ചാൽ ബോണ്ട് എനർജി ഓഫ് O2 പ്ലസ് should be greater than bond energy of O2.
അല്ലേ? സോ ആൻസർ എന്താ വരിക? ബോണ്ട് എനർജി ഓഫ് O2 പ്ലസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ബോണ്ട് എനർജി ഓഫ് O2 എന്ന് പറയുന്നത് തെറ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ് കറക്റ്റ് വരുന്നത്. ഓക്കെ, ബിയും സിയും നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് ആണ്, കാരണം അതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി ഡി നോക്കാം. ബോണ്ട് ലെങ്ത് ഓഫ് ലിഥിയം 2 ഇസ് ലാർജർ ദാൻ ദി ബോണ്ട് ലെങ്ത് ഓഫ് B2. ബോണ്ട് ലെങ്ത് നമ്മൾ അസസ് ചെയ്യുന്ന മക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ നോക്കുക, ഇവരുടെ ലിഥിയം തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ബോണ്ട് അത് ഏത് ഓർബിറ്റൽ ഓവർലാപ്പിംഗ് വഴിയാണെന്ന് ആണ് ആദ്യം അസസ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുക, കാരണം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ആ രണ്ട് രീതിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ലിഥിയം 2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഹീലിയം ലിഥിയം 3 6 ഇലക്ട്രോൺസ് ആണ് അതിലുള്ളത്. അപ്പോൾ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, 2s ഓവർലാപ്പ് ചെയ്തിട്ടാണ് അവിടെ എന്തുണ്ടായിട്ടുള്ളത്? ബോണ്ടിങ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എസ് ഓർബിറ്റിലാണ് ഇവിടെ ഓവർലാപ്പിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ SS എന്ന് ജസ്റ്റ് ഇവിടെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ആരാ തന്നെ? ബോറോൺ ആണ്. ബോറോൺ ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ബെറിലിയം ബോറോൺ 10 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ 10 ഇലക്ട്രോൺ ആണ് ഇതിലുള്ളത്. അപ്പൊ നമ്മൾ അതിനെ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 2 3 സിഗ്മ സ്റ്റാർ 2s2 പൈ 2px പൈ 2py ഓരോ കാണുന്നില്ല അല്ലെ? ഞാൻ ഇങ്ങോട്ടേക്ക് ആക്കാം. ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് എന്താ? അവിടെ പൈ ഓർബിറ്റൽസ് കാരണമാണ് അവിടെ ബോണ്ട് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പൈ ഓർബിറ്റൽസ് കാരണം വെച്ചാൽ പി ഓവർലാപ്പിംഗ് ആണ്. അപ്പൊ ഇവിടെ പി ആണ് ഓവർലാപ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം ലാസ്റ്റിൽ ഇപ്പോൾ ഈ 2 ഇലക്ട്രോൺ കാരണമുള്ള ബോണ്ട് ഈ 2 ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്യും. ഈ 2 ഇലക്ട്രോൺ കാരണം ഉണ്ടായിട്ടുള്ള ബോണ്ട് ഈ 2 ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്യും. അതാണ് ബോണ്ടിങ് ആന്റി ബോണ്ടിങ്. അപ്പൊ ഇവിടെ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് ആര് കാരണമാണ്? പി കാരണമാണ്. എന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് പഠിക്കുന്ന ഒരു കേസും കൂടി ഉണ്ട്. ബോറോണിലെ ബോണ്ട് എന്താണ്? പൈ ബോണ്ടാണ്. ബോണ്ട് ബി എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ ബോണ്ട് സാധാരണ സിഗ്മ നമ്മൾ പറയാം അല്ലെ? പക്ഷെ ബോറോൺ ഉണ്ടാക്കുന്ന ബോണ്ട് ഏതാണ്? പൈ ബോണ്ടാണ്. കാർബണിന്റെ ഇടയിൽ 2 ബോണ്ട് ഉണ്ട്. ആ 2 ബോണ്ടും പൈ ആണ്. അത് ഈ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ ബേസിസിൽ നമ്മൾ അത് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ പി ഓവർലാപ്പിംഗ് ആണ്. ഇവിടെ പി ഓവർലാപ്പിംഗ് ആണ്. ഇനി മക്കൾ പറയൂ, SS ഓവർലാപ്പിംഗ് ആണോ പി ഓവർലാപ്പിംഗ് ആണോ മോർ എഫക്റ്റീവ് ഓവർലാപ്പിംഗ്? നമുക്കറിയാം ഡയറക്ഷണൽ ഓർബിറ്റൽസ് വരുമ്പോൾ അതിന്റെ എഫക്റ്റീവ് ഓവർലാപ്പിംഗ് കൂടുതലാണ്. അപ്പൊ SS സ്ട്രോങ്ങർ ഓവർലാപ്പിംഗ് ആർക്കാ? പിക്കാണ്. എന്ന് വെച്ചാൽ പിയുടെ ഓവർലാപ്പിംഗ് സ്ട്രോങ്ങർ ആയതുകൊണ്ട് അതിന്റെ ബോണ്ട് ലെങ്ത് ചെറുതായിരിക്കും. അപ്പൊ ബോണ്ട് ലെങ്ത് നിങ്ങൾ നോക്കുമ്പോൾ SS ബോണ്ട് ലെങ്ത് കൂടുതൽ പിയേക്കാൾ. So bond length of Li2 is larger than bond length of B2. അതാണ് ഒരു one way of approach. രണ്ടാമത്തെ കാര്യം പറയാം. ഒരു പീരിയോഡിക് ടേബിളിൽ നിന്ന് നിങ്ങൾ ലെഫ്റ്റ് ടു റൈറ്റ് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ലെഫ്റ്റ് ടു റൈറ്റ് നിങ്ങൾ ഒരു പീരിയോഡിക് ടേബിളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം അറ്റോമിക് സൈസ് എന്താവും? അറ്റോമിക് സൈസ് ഡിക്രീസസ് ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ കൊവാലന്റ് ബോണ്ട് ലെങ്ത് നിങ്ങൾ അസസ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് അല്ലേ എടുക്കുക? അപ്പൊ ലിഥിയത്തിന്റെ സൈസ്, ലിഥിയം ഇസ് ഗ്രേറ്റർ ദാൻ ബോറോൺ. കാരണം ലെഫ്റ്റിലാണ് ലിഥിയം ഉള്ളത്, റൈറ്റിലാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് ബോറോണിനെ നമ്മൾ കാണുന്നത്. അപ്പൊ ലിഥിയത്തിന്റെ സൈസ് എന്താണ്? വലുതാണ്. അപ്പൊ ലിഥിയത്തിന്റെ ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബോണ്ട് ലെങ്ത് ഓഫ് B2. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ അസസ് ചെയ്യാം. ബേസ്ഡ് ഓൺ അറ്റോമിക് റേഡിയൈ നമുക്ക് അതിനെ അസസ് ചെയ്യാം. ബേസ്ഡ് ഓൺ ദി ഓർബിറ്റൽ ഓവർലാപ്പിംഗ് നമുക്ക് അതിനെ അസസ് ചെയ്യാം. ഇത് രണ്ടും അറിഞ്ഞു വെച്ചാൽ നല്ലതാണ്. സോ അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. സോ നമ്മുടെ ആൻസർ എന്താ വരിക? ബി ആൻഡ് സി ആർ അവർ ആൻസേഴ്സ്. ബി ആൻഡ് സി.